അല്ല അറേഞ്ച് മാരേജ് പക്ക അറേഞ്ച് മാരേജ്. അന്ന് മോൾക്ക് 5 വയസ്സല്ലേ, അപ്പൂന് 5 വയസ്സാണ് ഉള്ളത്. 5 വയസ്സിൻ്റെ ടൈമിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കോസ്റ്റ്യൂമൊക്കെ കോസ്റ്റ്യൂം ഫാക്ടസിൽ ആണ് ചെയ്തത്. പിന്നെ ഇത് നമ്മൾ ഷീമാട്ടിന്നാണ് മേടിച്ചത്. എക്സ്പീരിയൻസ് സന്തോഷമാണ്. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. എല്ലാം മാറി. താങ്ക് യു എല്ലാവരും വന്നത്. എങ്ങനെയായിരുന്നു? ലവ് മാരേജ് ആണോ? അയ്യോ അല്ല അറേഞ്ച് മാരേജ് പക്ക അറേഞ്ച് മാരേജാണ്. എന്ത് ചെയ്യുന്നത്? സ്റ്റെഫൻ പറയാമോ? ഞാൻ സർജനാണ് ഇവിടെ ആലപ്പുഴയിൽ. സാൻജോസ് ഹോസ്പിറ്റലിൽ ആലപ്പുഴ. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നത്? അല്ലേറ്റ് എന്ത് ചെയ്യുന്നത്? ഞാനിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ബാംഗ്ലൂരാണ്. അവിടെ ഇപ്പോൾ പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെൻറ്റിസ്ട്രിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ 3rd ഇയർ ആകാൻ പോകുന്നു. ശരി. പൈച്ചേട്ടാ എന്താ പറയുക? സന്തോഷം, ഒരുപാട് സന്തോഷം, ഒരുപാട് ദൈവാനുഗ്രഹം. ഇനി ഇവർ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ട് ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ച് എല്ലാവരും കാണിച്ചു കൊടുക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ എളിമയോടെ സ്നേഹത്തിൽ ജീവിച്ച് കാണിക്കുക. വലിയ മാതൃകാ ദമ്പതിമാരായിട്ട് ഞാനും റീനിയൊക്കെ ജീവിക്കുന്ന അങ്ങനെ ഇത്രയും വർഷങ്ങളായിട്ട് കുഞ്ഞു കുഞ്ഞുടക്കുകളും സന്തോഷം തന്നെയാണ് എന്നാൽ ഇമ്പോർട്ടൻറ്റ്. സ്നേഹം തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിച്ച് രണ്ടുപേരും ആ രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുപോവുക. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിൽ അല്ലേ? കാര്യം ഇത്രയും പേരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ചാനലിലൂടെ. അപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ കാണിക്കുന്ന സ്നേഹം, ബൈച്ചേട്ടൻ്റെ മോൾ ഇപ്പോൾ ഇന്ന് ഇവിടം വരെ കംപ്ലീറ്റ് എല്ലാവരും അപ്ഡേറ്റാണ്, കല്യാണം വരെ അപ്ഡേറ്റാണ്. അവരങ്ങനെയാണ് രണ്ടുപേരും. എനിക്ക് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു സ്റ്റെഫാനെ മോനായിട്ട് കിട്ടിയത്. സർജനാണെങ്കിലും ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളാണ്. സ്റ്റെഫാൻ്റെ ഫാദർ വലിയൊരു കലാകാരൻ, ആർട്ടിസ്റ്റ് കൂടെയാണ്, ഡോക്ടറാണ്, പീഡിയാട്രിഷ്യനാണ്. എങ്കിലും ഒരുപാട് പെയിൻറ്റിങ്സ്, കൊത്തുപണികൾ, അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയാണ്. ബട്ട് ഭയങ്കര സിമ്പിൾ ഫാമിലിയാണ്. അതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കാണുവാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഇനി നിങ്ങളുടെ സപ്പോർട്ടും ഇത്രയും ദിവസം നിങ്ങൾ അച്ചാരക്കല്യാണം, മനസ്സമ്മതം, മധുരം വെപ്പ് ഇവിടം വരെ എൻ്റെ സിനിമയ്ക്ക് തരുന്ന സപ്പോർട്ടിനേക്കാൾ ഉപരി ഞങ്ങളെ ഒരു കുടുംബത്തിൽ നിങ്ങളൊരു അംഗമായവരെ പോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത്രയും വീഡിയോസ്, ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോസ് ഇറക്കുന്നുണ്ട്. ഈ സപ്പോർട്ട് ഇനി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. ബൈച്ചേട്ടാ, സുരേഷ് ഏട്ടൻ വന്നില്ലേ? അപ്പോൾ സുരേഷ് ഏട്ടൻ്റെ ആദ്യത്തെ പടത്തിന് അൺലിറ്റയുടെ പേരിലുള്ള പ്രൊഡക്ഷനാണ് കൊടുത്തിരുന്നത്. അൺലിറ്റ സിനിമ. അന്ന് മോൾക്ക് 5 വയസ്സല്ലേ, അപ്പൂന് 5 വയസ്സാണ് ഉള്ളത്. 5 വയസ്സിൻ്റെ ടൈമിലാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സുരേഷ് ഏട്ടൻ ഉറപ്പായിട്ടും വരുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നത്. ഇന്ന് ശരിക്കും അമ്മയുടെ ഫൈനൽ റിഹേഴ്സലാണ്. 20-21 നമ്മുടെ ഷോയാണ്. അപ്പോൾ കംപ്ലീറ്റ് ആർട്ടിസ്റ്റുകളും അതൊരു ഫുൾ ഇതാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാവരും വരാഞ്ഞത്. ഒരുപാട് പേര് വരാമെന്ന് പറഞ്ഞത്. ലാസ്റ്റ് മൊമെൻറ്റ് ഫൈനൽ ഇന്ന് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മെസ്സേജസ് ഇട്ടു. എല്ലാവരും എങ്ങനെ ചെയ്യും. ഓക്കെ. അപ്പം മകള് മറ്റൊരു കുടുംബത്തിലേക്ക് പോകുന്ന ഈ സമയത്ത് വിഷമം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അത് ഉറപ്പായിട്ടൊരു സങ്കടം ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് ഇത്രയും വർഷം ഒപ്പം നിന്നിട്ട് അങ്ങോട്ട് മാറുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടാകും. പക്ഷെ സങ്കടത്തിനേക്കാൾ കൂടുതൽ സന്തോഷം തന്നെയാണ്. അങ്ങനെ ഇല്ല, ഒന്നുമില്ല. കാര്യം ഞാൻ ഏൽപ്പിക്കുന്ന കുടുംബം എനിക്ക് 100% അത്ര ഒരു വിശ്വാസവും സ്നേഹവും, എൻ്റെ മോൾ അവിടെ എൻ്റെ വീടിനേക്കാൾ കൂടുതൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുമില്ല. താങ്ക് യു.